റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഷഖാവത്താണ്. എപ്പോൾ റഹ്മത്ത് പോയി അപ്പോൾ ദൂഷ്യവും, എപ്പോൾ റഹ്മത്തുണ്ടോ അപ്പോൾ മുഅ്മിനാവും. ഈമാൻ റഹ്മത്ത് തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കാരണം റഹ്മത്ത് എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹു തആല ആദ്യം ലോഹിൽ എഴുതിയ വാക്ക് റഹ്മത്ത് എന്നാണ്. അള്ളാഹു മഹ്ശറിൽ അവസാനം പുറത്തിറക്കുന്ന വാക്ക് റഹ്മത്താണ്. അവസാനം ലോഹിൽ ആദ്യം എഴുതിയ വാക്ക് റഹ്മ. ലോഹിൽ ആദ്യം എഴുതിയ ബിസ്മില്ലാ എന്നല്ല, മാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. റഹ്മത്ത് എന്ന വാക്ക് ലോഹിൽ ആദ്യം എഴുതിയ വാക്കാണ്. അതിനേക്കാൾ മേലൊരു വാക്കില്ല. അത് 114 സ്ഥലത്ത് ഖുർആൻ ആവർത്തിച്ചു. ഏത് വാക്ക്? ബിസ്മിയോടുകൂടെ. ഒരു സ്ഥലത്തിൽ കുറച്ച്, അപ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടി 114 ഉറപ്പിച്ച്. ബിസ്മിൽ റഹ്മാൻ റഹീം എന്ത് ചെയ്ത് 114 സ്ഥലത്ത് ഖുർആനിൽ കൊണ്ടുവന്ന്. തൗബയിൽ 1 കുറച്ച്, അതിൽ നംലിൽ 1 കൂട്ടി, ഒപ്പിച്ച് 114 എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ അതത. റഹ്മാൻ റഹീം എന്ന ബിസ്മിയോട് കൂടെ 114 വട്ടം റഹ്മാൻ റഹീം എവിടെ പറഞ്ഞ്? ആ ഖുർആനിൽ പറഞ്ഞു. 114 വട്ടം പറഞ്ഞു. പിന്നെ ബിസ്മി ഇല്ലാതെ അല്ലാതെ റഹ്മാൻ 57 വട്ടം പറഞ്ഞു. ബിസ്മിൽ അല്ലാതെ റഹീം 128 വട്ടം പറഞ്ഞു. ബിസ്മിയിൽ 114 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 114 തവണ ആവർത്തിച്ച് ഹെഡ്ലൈനായിട്ട്. ഒന്നിന്റെ തുടക്കത്തിൽ ഇല്ല, അതിന് ഒന്നിന്റെ മധ്യത്തിൽ എക്സ്ട്രാ കൂട്ടി. അപ്പൊ എത്ര ഒപ്പിച്ച്? 114 ഈമാനാണ്. 1 1 4 6 ഈമാനാണ്. അപ്പൊ ഇസ്ലാമോ തന്നെയാണ്. ഇസ്ലാം 6. ആദ്യത്തെ 1 2, പിന്നുള്ള 4 2 6. ഇസ്ലാം കാര്യം 6ആണ്, ഈമാൻ കാര്യം 6ആണ്. ഇസ്ലാം കാര്യം 6ആണ്, ഈമാൻ കാര്യം 6ആണ്. ഇസ്ലാമിലെ ആദ്യത്തെ 1 2ആണ്. 2 ഷഹാദത്ത് കലിമയല്ലേ പറയും കുട്ടികളെ? 2 ഷഹാദത്ത് കലിമയല്ലേ, 1 ഷഹാദത്ത് കലിമയല്ല, 2. അപ്പൊ ആദ്യത്തെ 1 2, പിന്നെ 4 2 6. ഈമാൻ കാര്യം 6. അപ്പൊ അതും 6 ഇതും 6. 114 കൂട്ടിയാൽ എത്രയായി? 6ആയി. അത് 114 വട്ടം ബിസ്മിയോട് കൂടെ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നു. പിന്നെ ബിസ്മിയിൽ അല്ലാതെ റഹ്മാൻ 57 വട്ടം. കാരണം റഹ്മാൻ ദുനിയാവിൽ റഹ്മത്തിന് കൂടുതൽ പ്രാധാന്യം. അതിന്റെ ഇരട്ടി 57 തവണയാണ് എന്ത്? റഹ്മാൻ. 57 തവണയാണ് റഹ്മാൻ. 57 തവണ. 114 തവണ റഹീം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നിർത്തി പറയാം. 57 അതിന്റെ നേരെ ഇരട്ടിയാണ്. അപ്പൊ 57 മറ്റേ 114. ഇത്രയേറെ ഖുർആൻ ബഹുമാനിച്ചു കൊണ്ടതൊരു വാക്കില്ല. അള്ളാന്റെ ഏറ്റവും വലിയ ഹബീബിനെ പറ്റി പറഞ്ഞത് റഹ്മത്ത് എന്നല്ലേ? ഖുർആനെ പറ്റി പറയുന്നത് റഹ്മത്താ. അപ്പോൾ ഈ ദീൻ എന്ന് പറഞ്ഞാൽ എന്തിൽ അധിഷ്ഠിതാണ്? റഹ്മത്താണ്. അൽ ഖൽഖു ഇയാലുള്ള സൃഷ്ടികൾ മുഴുവനും അള്ളാന്റെ കുടുംബ. അഹബ്ബുഹും ഇലൈഹി അൻഫഉ ഇലാ ഇയാലിഹി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തതാണ്. ഒരാൾക്ക് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുഅ്മിനി. ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷം കൊടുക്കലാണ്. പലിശയിലെ ഏറ്റവും ചെറിയ പലിശ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനം റസൂൽ പറഞ്ഞു. ഏറ്റവും ചെറിയ പലിശ പോലും ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനം റസൂൽ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവം? ഇവിടെ സംഭവം എന്താ? ഇവന്റെ കൽബിൽ എന്തില്ല? റഹ്മത്തില്ല. കാരണം ഓൻ കുടുങ്ങിയതാണ്. ഓൻ പിന്നെയും കൊടുക്കാൻ പാടില്ല. അവനാണ് ഏറ്റവും ചുരുങ്ങിയത്. ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ കടം ചോദിച്ചു, ഞാൻ തരാം, ഒരാഴ്ചക്കുള്ളിൽ പൈസ തിരിച്ചു തരാം, എനിക്ക് അത്യാവശ്യത്തിനാണ്, ഒക്കെ പറയാം. 1 ലക്ഷത്തിന് 1.10 തരാൻ പറയാൻ പറ്റൂല. കാരണം എന്താണ്? ഇവൻ 1 ഉള്ളതുകൊണ്ടാ, ഇല്ലാത്തതുകൊണ്ടാണല്ലോ കാരണം വാങ്ങിയത്. പിന്നെ അങ്ങനെ 1.10 ഓൻ്റെ മേൽ വെച്ച് കിട്ടുന്നത് റഹ്മത്തില്ലാത്തതുകൊണ്ടാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഷഖാവത്താണ്. എപ്പോൾ റഹ്മത്ത് പോയി അപ്പോൾ ദൂഷ്യവും, എപ്പോൾ റഹ്മത്തുണ്ടോ അപ്പോൾ മുഅ്മിനാവും.